എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് രാവിലെ 8 മണിയൊക്കെ ആകുന്നു. നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി, ഇന്ന് ഗോബി മഞ്ചൂരിയനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ പറയാം. ഇത് ക്യാപ്സിക്കം, 2 പച്ചമുളക്, ടൊമാറ്റോ, പിന്നെ ഉള്ളി, 2-3 ഉള്ളി, ഇച്ചിരി ഉള്ളി കിടന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ മെയിനായിട്ട് വേണം കോളിഫ്ലവർ. ഇതിനകത്തിൽ മുട്ട, മൈദ, കോൺഫ്ലവർ, ശകലം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ടൊമാറ്റോ സോസ്, ശകലം സോയാ സോസ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ശകലം മുളക് പൊടി, ഇത്രയും കൂടെ മിക്സ് ചെയ്ത് 1 മണിക്കൂർ വെച്ചിട്ട് ഞാൻ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചേക്കുന്ന അതാണ് ഇപ്പം നമ്മളിനി ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി അതിന് വേണ്ടത് സോസ് വേണം, ടൊമാറ്റോ സോസ്, സോയാ സോസ്, മുളക് പൊടി. ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, ഇത്രയും സാധനം മതി. നമ്മൾ ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് തുടങ്ങാം. ആദ്യം സ്റ്റൗ കത്തിക്കാം. ഇതിനകത്ത് ഒഴിക്കുന്നത് സൺഫ്ലവറാണ്. വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഒഴിക്കാവും. ഇനി പച്ചമുളക് ഇടാം. അതിന് ശേഷം ക്യാപ്സിക്കം ഇടാം. രണ്ടും കൂടെ കിടന്നങ്ങ് വളർന്നു. ഒരുപാട് എണ്ണ ഒഴിക്കണ്ട. സൺഫ്ലവർ അതിന് ആവശ്യം, വെളിച്ചെണ്ണ ഒഴിക്കരുത്. ഒത്തിരി അങ്ങ് വെള്ളണ്ട. ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറിയാൽ മതി. ക്യാപ്സിക്കത്തിൻ്റെ ഉള്ളിയുടെയൊക്കെ ഒത്തിരി ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വരും. നമുക്ക് ടൊമാറ്റോ ഇടാം. ഒരെണ്ണം മതി, ഒറ്റ ടൊമാറ്റോ. സോസ് ഇടുന്നുണ്ട്. ഒന്ന് വഴന്നിട്ട് നമുക്ക് മുളക് പൊടി ഇടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി മാത്രം മതി. പിന്നെ വേണമെങ്കിൽ കുരുമുളക് പൊടി ഇടാം. ആവശ്യമുണ്ടെങ്കിൽ കുരുമുളക് ഇടാം. ഇപ്പം ഞാൻ ഇടുന്നില്ല. മഞ്ഞൾപ്പൊടി ഇട്ടു. കോളിഫ്ലവർ നമ്മൾ ഇതെല്ലാം മുളക് പൊടിയൊക്കെ ഇട്ടതാണ്. ഒത്തിരി വേണ്ട, കുറച്ച് മതി. ഒരുപാട് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ വലിയ പാടാം. അതുകൊണ്ട് കുറച്ച് മുളക് പൊടി മതി. പിന്നെ അത് കോൺഫ്ലവർ കലക്കി ഒഴിക്കും. അതാകുമ്പം ഇതൊരു ഇതാവും. ഞാൻ കോൺഫ്ലവർ ഒന്നും ഒഴിക്കുന്നില്ല. ഇങ്ങനെ ഫ്രൈ ആയിട്ട് അവിടെ പിള്ളേർക്ക് ഫ്രൈ ആയിട്ട് എളുപ്പമാണ്. ഇതെല്ലാം ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. ഇതെല്ലാം വറുത്തെല്ലാം ശരിയാക്കിയാൽ പെട്ടെന്ന് നമുക്കുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ടൊമാറ്റോ സോസാണ് ഇത്.
ആവശ്യത്തിന് അനുസരിച്ച്. സോയാ സോസ് വേണ്ടുന്നവരൊഴിച്ചാൽ മതി, വേണ്ടവർ ഞാൻ ശകലം ഒഴിക്കും, ഒത്തിരി വേണ്ട, കുറച്ച്. ഡാർക്ക് കളറിലെ ഉണ്ട്, ലൈറ്റ് കളറിലെ ഉണ്ട് സോയാ സോസ്. അത് ഡാർക്ക് ആകുമ്പോൾ ഭയങ്കര കറക്റ്റ്. ഇട്ടില്ല, ഉപ്പ് വെച്ച് പെട്ടെന്ന്. ഇതിനകത്ത് വേണേൽ കോൺഫ്ലവർ കലക്കി, അന്നേരം ഒരു ശകലം ലൂസായിട്ടിരിക്കും. ഇതാകുമ്പോൾ ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ കോളിഫ്ലവർ കൂടി ഇടുക. ഞാൻ വറുത്ത് വെച്ചേക്കുന്ന ചപ്പാത്തിയുടെയും പൂരിയുടെയും ഇത് അപ്പത്തിൻ്റെയും ദോശയുടെയും ഒന്നും കൊള്ളത്തില്ല. ഇത് ചുമ്മാ വേണമെങ്കിൽ കഴിക്കാം. ഇത് മെയിനായിട്ട് പൂരി ചപ്പാത്തി, ഇതാണ് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഈ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലിട്ട് അത് കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ടിട്ട് ചപ്പാത്തി ഞാൻ പരത്തും. അതാണ് എനിക്ക്. നോക്കട്ടെ ഉപ്പുണ്ടോന്ന്. അടിപൊളിയാ. ചുമ്മാതെ കഴിക്കാൻ വരുന്നില്ല. നമ്മുടെ സോസ് കൂടെ അങ്ങ് വെച്ചേക്കാം. ടൊമാറ്റോ സോസ് അതിനകത്ത് സ്വാദിഷ്ടമായ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കോൺഫ്ലവർ, മൈദ, മുട്ട, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ ഇട്ട് ഉപ്പ് ഇട്ട് നമ്മളത് 1 മണിക്കൂർ അത് തിരട്ടി വെക്കണം. എന്നിട്ട് സൺഫ്ലവറിൽ അത് വറുത്ത് കോരണം. കോരിക്കഴിഞ്ഞിട്ട് ക്യാപ്സിക്കോ, ആവശ്യത്തിന് ക്യാപ്സിക്കോ, ഒരു സവാളയും പച്ചമുളകും പിന്നെ ഇതെല്ലാം കൂടെ നല്ലപോലെ ടൊമാറ്റോയും എല്ലാം കൂടെ വഴറ്റി അതിനകത്തോട് ഇച്ചിരി മുളക് പൊടിയും മല്ലിപ്പൊടി വേണ്ട, മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് പിന്നെ ഇതായി ഒരു വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചേർത്തിട്ട് പിന്നെ നമുക്ക് സോയാ സോസും ടൊമാറ്റോ സോസും ചേർത്ത് ഉപ്പും ചേർത്ത് ഇളക്കി ഈ വറുത്ത് വെച്ചേക്കുന്ന സാധനം മിക്സാക്കി നമുക്ക് എടുക്കാം. ഇതിനകത്ത് വേണമെങ്കിൽ കോൺഫ്ലവർ കലക്കി ഒഴിക്കാം. അത് ഇവിടെ ആർക്കും ഇഷ്ടമാണ്, ഒത്തിരി ഇടാതിരിക്കും. അതുകൊണ്ട് അത് വേണ്ട. ഫ്രൈ ആയിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി. ഇപ്പോൾ ഗോബി മഞ്ചൂരിയൻ റെഡി. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ചപ്പാത്തിയുടെ കൂടെ പൂരിയുടെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. ഓക്കെ, ബായ്. ഇനി അടുത്തൊരു വീഡിയോയുമായി നാളെ കാണാം.